ദിവസമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ജാൻമണി റീ എൻട്രി നടത്തിയത്. ജാൻമണിയുടെ റീ എൻട്രിയിൽ ജാൻമണി ആ വീട്ടിലെ ഇഗ്നോർ ചെയ്ത അവോയ്ഡ് ചെയ്ത ഒരാളെന്ന് പറയുന്ന അർജുനെയായിരുന്നു. പിന്നീട് അതിന് ശേഷം ജാൻമണി പിന്നെ അർജുൻ്റെ അടുത്ത് സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരത്ര ടേംസിലല്ല സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ജാൻമണി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോയെ കുറിച്ച്. അത് പറഞ്ഞത് ശ്രീരേഖ വീട്ടിലേക്ക് എൻട്രായതിനു ശേഷം ശ്രീരേഖയുടെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പോൾ സിജോ പുറത്തായി എന്നുള്ളത് പറയുന്ന സമയത്ത് അവിടെ ജാൻമണി പറയുന്നുണ്ട് ശ്രീരേഖയുടെ അടുത്ത്, അതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയ സമയത്ത് ഈ അകത്തേക്ക് കയറി സിജോ പുറത്തു പോയപ്പോൾ ഞാൻ അകത്തേക്ക് വന്നു, അതായത് ഞാൻ അകത്തേക്ക് വന്നപ്പോൾ സിജോ പുറത്തേക്ക് പോയി എന്ന് പറഞ്ഞു. ഇതാണ് ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചിരിച്ചു ജാൻമണി. അത് അർജുൻ ഇഷ്ടപ്പെട്ടില്ല. അർജുൻ പറഞ്ഞു എനിക്കത് കോമഡി ആയിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തുകൊണ്ട് നിനക്ക് കോമഡി ആയിട്ട് തോന്നുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ പിന്നാലെ വന്നു അർജുൻ്റെ ജാൻമണി. അപ്പോൾ അവിടെ അർജുൻ പറയുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനിടയിൽ കഴിച്ചിട്ട് പോ പെണ്ണുമ്പിള്ളേ എന്ന് അവിടെ അർജുൻ മറുപടി പറയുന്നുണ്ട്. എന്നിട്ടും ജാൻമണി വീണ്ടും ചോദിച്ചു വന്നപ്പം അർജുൻ പറഞ്ഞു സിജോ എൻ്റെ ഫ്രണ്ടാണ്, എനിക്കത് പറയുന്നത് ഇഷ്ടമല്ല, എനിക്കതൊരു ട്രാജഡിയാണ്, എനിക്കതൊരു കോമഡി അല്ല എന്നവിടെ അർജുൻ ജാൻമണിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ജാൻമണി അവിടെ പറഞ്ഞു നീ ഫ്രണ്ട്സിന് എത്ര വാല്യൂ കൊടുക്കുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി. ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്നുകൊണ്ട് ശ്രീതു പിന്നീട് ഈ വിഷയത്തെക്കുറിച്ച് അർജുൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താണ് അർജുനെ നിങ്ങൾക്ക് ജാൻമണിയുമായിട്ടുള്ള ബന്ധം, നിങ്ങൾ പുറത്തു വെച്ച് എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിനക്കെന്താണ് അങ്ങനെ ചോദിക്കാൻ തോന്നാനായിട്ട്, ഇപ്പം എന്താണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ. അപ്പോൾ അവിടെ ശ്രീതു പറയുന്നത് അല്ല, നിങ്ങളുടെ സംസാരം കേട്ട സമയത്ത് എനിക്കെന്തോ പുറത്ത് എന്തോ ഒരു വിഷയമുള്ളത് പോലെ തോന്നുന്നു നിങ്ങൾക്കിടയിൽ എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ശ്രീതു പറഞ്ഞു. മറ്റൊന്നുമല്ല, ശ്രീതുവിൻ്റെ അടുത്ത് ജാൻമണി കാര്യം പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്ന കാര്യമാണ്, പോകുന്നതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, വന്നതിന് ശേഷം പറഞ്ഞോ എന്നറിയില്ല. അർജുനെ കുറിച്ച് എപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ചോദിക്കുന്നത്. പക്ഷേ അവിടെ ശ്രീധുവിന് എടുത്തു ചോദിക്കാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണം അർജുൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അർജുൻ പറഞ്ഞു എനിക്ക് പുറത്ത് ആ വ്യക്തിയെ അറിയാം, അല്ലാതെ കൂടുതലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ശ്രീധു അർജുൻ്റെ അടുത്ത് പിന്നീട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞു എനിക്കൊരു തവണ വർക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കക്ഷിയെ ഫോൺ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്, എനിക്കങ്ങനെ പരിചയമുണ്ട്, അല്ലാതെയും പരിചയമുണ്ട്, അതിൽ കൂടുതലൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ജാൻമണി അതിലൂടെ നടന്നു പോകുന്നുണ്ട്. ശ്രീധു ഒരു വല്ലാത്ത നോട്ടം നോക്കുന്നുണ്ട് ജാൻമണി നടന്നു പോകുന്ന സമയത്ത്. ജാൻമണിയുടെ ആ നടത്തവും ഡ്രസ്സിങ്ങും ഒന്നും ശ്രീധുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ശ്രീധു വല്ലാത്തൊരു നോട്ടം നോക്കുന്നുണ്ട്. എന്നിട്ട് അർജുൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഓക്കെ ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ അവിടെ പറയുന്നുണ്ട്. എന്തായാലും ജാൻമണി പുറത്തിറങ്ങിയതിന് ശേഷം അർജുനെതിരെ കുറേ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. അതിനെക്കുറിച്ചും അർജുൻ അവിടെ സംസാരിക്കുന്നുണ്ട്. അർജുൻ പറയുന്നുണ്ട് ഇവർ പുറത്തിറങ്ങിയിട്ട് എനിക്ക് നെഗറ്റീവ് വരാനായിട്ട് എന്തോ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട്. അങ്ങനെ ആളുടെ നോട്ടത്തിലും സംസാരത്തിലും എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് അങ്ങനെ നോക്കുന്നത്. ജാൻമണിയും അർജുനും തമ്മിലുള്ള യഥാർത്ഥ വിഷയം എന്താണെന്ന് നമുക്കറിയില്ല. അവിടെ ജാൻമണി മുന്നേ അറിയാം അർജുനെ എന്ന് പറയുന്നുണ്ട്. അർജുനും പറഞ്ഞു എനിക്ക് മുമ്പ് അറിയാം, പരിചയമുണ്ട്, ഒരു തവണ ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് അർജുനും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ വരുന്ന സമയത്ത് അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് നമ്മളവിടെ കണ്ടിരിക്കുന്നത്. തുടക്കത്തിലൊക്കെ നല്ല ഫ്രണ്ട്സ് ആയിട്ടാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ ചായ വിഷയം വന്ന സമയത്തും പിന്നെ തലകറങ്ങി വീണപ്പോൾ അതൊരു ഡ്യൂപ്ലിക്കേറ്റ് തലകറക്കമായി തോന്നിയെന്ന് ലാലേൻ്റെ അടുത്ത് പറഞ്ഞ സമയത്തും അതിന് ശേഷമാണ് അവിടെ ജാൻമണിക്ക് അർജുൻ്റെ അടുത്ത് ഭയങ്കര കലിപ്പ് വന്നത്. അതിനുശേഷം ഇവിടേക്ക് തിരിച്ചു വന്ന സമയത്തും അവിടെ ജാൻമണി പറയുന്നുണ്ട് അർജുൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, എനിക്ക് ഈ വീട്ടിൽ വന്നിട്ട് ഇത്രയും നെഗറ്റീവ് അടിക്കാനായിട്ട് 3 പേരാണ് കാരണക്കാർ, അതിലൊരാൾ അർജുൻ, റസ്മിൻ, പിന്നെ നോറയാണ്, ഇവർക്ക് 3 പേർക്കിട്ടും ഞാൻ പണി കൊടുക്കും, ഒരിക്കലും ഇവരോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ സംഭവം എന്താണെന്ന് എന്തായാലും ഇതിൻ്റെ കൃത്യമായ ക്ലാരിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും പുറത്തിറങ്ങിയിട്ട് ഇതിനുള്ള ഉത്തരങ്ങൾ തരേണ്ടി വരും.